നിങ്ങൾ ഇന്നലെ വരെ കണ്ടിട്ടുണ്ടായ ഷോർട്സിൻ്റെ ലെങ്ത്തായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറേ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായി ഏത് സ്ഥലം എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ട് കുറേ ആൾ പടയങ്ങാടി, കാലിക്കറ്റ് അങ്ങനെ ഒരുപാട് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പ്ലാനൊന്നും ഉണ്ടായില്ല. ഞാൻ നിൽക്കാണ്ട് പറഞ്ഞ് നമുക്ക് പയ്യാമ്പലം പോവാം, കാരണം കുറേ ദൂരമല്ലേ, കണ്ണൂരെത്തണ്ടേ എന്ന് പറഞ്ഞു. നമ്മൾ സാറിൽ നമുക്ക് പോവാം. ഒരു 1.5 മണിക്കൂറോളം ദൂരമുണ്ട് നമ്മുടെ അടുത്തുനിന്ന് പയ്യാമ്പലം ബീച്ചിലേക്ക് കിട്ടുക. അതും സ്കൂട്ടിയിലാണ് നമ്മൾ പോയത്. ഒക്കെ അങ്ങനെ നമ്മൾ പോയി. ഇതാണ് പയ്യാമ്പലം ബീച്ചിലൂടെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ ഒരു വൈബ് പിടിക്കാനാണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പം ബീച്ച് സൈഡും ഇപ്പുറം പാർക്കൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇക്കാക്ക് സത്യം പറഞ്ഞാൽ പാർക്ക് അങ്ങനെ അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നും ഇല്ല. കാരണം ഇത്രയും ദൂരം വന്നിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം പാർക്കിൻ്റെ ഉള്ളിൽ അന്ന് വരുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വരുമ്പോൾ അതൊക്കെ വറ്റിച്ചിട്ടാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് അറിയില്ല. ഇപ്പം പിന്നെ ഈയിടെ അമീബയൊക്കെ കയറി ഇങ്ങനെ കുട്ടികൾ മരിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതാക്കിയതാണോ അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് പറ്റിച്ചതാണോ ഒന്നും അറിയില്ല. ഇക്കാക്ക് എന്തോ അത്ര വലിയ ഇഷ്ടമായില്ല, കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഒരു രസം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ബീച്ചിൽ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യണം കേട്ടോ. ആ ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ വരണം. അപ്പോൾ ആ ഒരു വൈബ് പിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്താ പറയുക, പിറ്റേന്ന് നമ്മൾ സൺഡേ നൈറ്റായിരുന്നു പോയത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു 5 മണിയാവാനായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ 6:30 മണിയായിട്ടാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് അങ്ങനെ അധികം ഇക്കാട് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഒക്കെ ചോദിച്ചാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പോകാമെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് തന്നെ പറയാമെന്ന് വെച്ചാൽ മൺഡേ സ്കൂൾ രാവിലെ എണീക്കണം, ഷെൻജുക്ക് ഉറങ്ങണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവൾക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അധികം ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോസൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാനിതിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇന്നലെ ഷോർട്സ് ഇട്ടപ്പം എന്തോ സ്ട്രൈക്ക് എന്തോ വന്നിട്ട് കണ്ട് അടുത്ത പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക. അപ്പോൾ ഞാനും ഷെൻസും പാനിപ്പൂരി മതി തോന്നിക്കുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കഴിക്കുന്നുണ്ടായിന്. ഓക്കെ, അപ്പം നമ്മളിതാ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പാനിപ്പൂരി വാവ്. അപ്പം നമ്മളിതാ അതിൻ്റെ പാനി ഒഴിക്കുകയാണ്. പക്ഷെ ഇതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ടില്ല കേട്ടോ ഗൈസ്. അത് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഈ ഇതിനുള്ളിൽ ഒരു മസാല ഉണ്ടല്ലോ, എന്താ ഉള്ളിയും ഈ സേമിയായിരുന്നു മിക്സർ പോലത്തെ സംഭവം, അതൊരുപാടുണ്ടായിരുന്നു. പക്ഷെ പൊട്ടോട്ടോ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിതാ പാനിപ്പൂരി കഴിക്കുന്നതിൻ്റെ പാനി നല്ല എരിവുണ്ടായിന്. ഷെൻജുനൊക്കെ നല്ലോണം എരിഞ്ഞ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളിതാ ഒന്നിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇക്ക നെക്സ്റ്റ് മസാലപ്പൊരി വാങ്ങിയിട്ടാ. മസാലപ്പൊടി എനിക്ക് പൊതുവേ എരിവാണ് ഇഷ്ടം. മസാലപ്പൊരിയിൽ കുറച്ചൊരു മധുരം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഗ്രീൻ പീസാണ് അതിൽ മസാല ആയിട്ടുണ്ടായത്. ഇതിൽ മറ്റേ മണിക്കടലാണ്, ഒരു ബ്രൗൺ കടലയില്ലേ, അതാണ് ഉണ്ടായത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഗ്രീൻ പീസാണ് ഉണ്ടാവില്ലേ, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം നമ്മളിതാ പൂളിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് അവിടെ പൂളൊക്കെ വറ്റിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി വെറുതെ നടക്കുന്ന വീഡിയോ എടുപ്പിച്ചാണ് ഇക്കാനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഷെൻജുനിങ്ങനെ തൊട്ടിലൊക്കെ കയറ്റാൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്, തൊട്ടിൽ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഞാൻ ഒന്നിൽ കയറിയിട്ടുണ്ടല്ലോ, ആകാശ തൊട്ടിലുണ്ടായിരുന്നു, ബ്രേക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിന്. അപ്പോൾ ഷെൻജു ഇതിൽ ഒന്ന് തുള്ളി കളിച്ചു. പിന്നെ ഇതാണ് ഒരു ആകാശ തൊട്ടിൻ്റെ ഒരു മിനി എന്ന് പറയാം. ഇതിൽ ഷെൻജു മുമ്പൊരിക്കൽ കയറിയിട്ടുണ്ട്. നമ്മൾ പരക്കുന്ന പോയ സമയത്ത് കയറിയിട്ടുണ്ടായി കേട്ടോ. പരക്കുന്നതെന്ന് വെച്ചാൽ പരക്കാറ് കൂടെ പോയപ്പം കയറിയിട്ടുണ്ടായിരുന്നു ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ഇവിടെ കയറാൻ നമ്മൾ അന്ന് പോയപ്പോൾ 30 രൂപയായിരുന്നു, ഇപ്പം 40 കേട്ടോ എൻട്രി ഫീസ്. ഓക്കെ, പിന്നെ ഈ തൊട്ടിലേക്ക് കയറാൻ വേറെ ഫീ ആണ്. നമ്മൾ സാധാരണ എക്സിബിഷന് പോയാൽ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ്. പിന്നെ അഡ്വഞ്ചറായിട്ട് സിബ്ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോകാൻ ഇറങ്ങുന്നു കേട്ടോ. നമ്മൾ നേരെ പയ്യന്നൂർ ജുജുവിലേക്ക് വന്നു കേട്ടോ, റെസ്റ്റോറൻറ്റിലേക്ക്. ഞാനും ഷെൻസും കൈയൊക്കെ കഴുകി വന്ന് ഇപ്പോൾ ഇക്ക വാഷ്റൂമിൽ പോയിട്ടുണ്ട് കേട്ടോ. വാഷ്റൂമിൽ പോയി കൈ കഴുകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ജുജുവിൽ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ, കുറേ ആയി വരാത്ത.
നമ്മുടെ ലോലിപോപ്പ് എത്തിയിട്ടുണ്ട് അത് സ്പൂണിലിട്ട് ഒഴിക്കുമ്പോ കഴിക്കല്ലോ അപ്പോൾ കഴിക്കാം. അപ്പോൾ നമ്മൾ ലോലിപോപ്പ് സ്റ്റാർട്ടറായിട്ട് കഴിച്ചു, ഫുള്ളാക്കിയിട്ടില്ല. അതിനുള്ള ഞാനൊരു മിൻറ്റ് ടീ പറഞ്ഞിട്ട് എനിക്കും ഷൻസോന് ചെറിയ രീതിയിൽ ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിലായി. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ ചുമൻ്റെ മരുന്നൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചുമച്ചൊരു പരിവായിട്ടുണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മെയിൻ ഫുഡൊക്കെ വന്നിട്ട് അത് ചിക്കൻ പാറ്റിയാള എന്ന് പറഞ്ഞൊരു കറിയാണ്. അടിപൊളി കറിയാണ്. 2 തരം ഗ്രേവി ഉണ്ട് ഇതിൽ, സ്പൈസിയും കുറച്ച് സ്വീറ്റും ആയിട്ടുള്ള 2 ഗ്രേവിയാണ്. ഇപ്പുറം വൈറ്റും അപ്പുറം ഡാർക്കും ആയിട്ടുള്ള 2 ഗ്രേവിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എഗ് ഓംപ്ലേറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അടിപൊളിയായിരുന്നു. പക്ഷെ വേഗം വയറ് നിറഞ്ഞു പോയി കേട്ടോ. കാരണം ഇത് ഈ ഒരു കറി എനിക്ക് തോന്നുന്നു 3-4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കുറച്ച് ബാക്കിയിട്ട് നമ്മൾ പേർക്കെ കൊണ്ടുപോയിട്ടുണ്ടായി കേട്ടോ. കുറച്ച് ബാക്കി ഇനി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു അൽഫാം ചിക്കൻ ചില്ലി തന്നെയാണ് അധികം കഴിക്കലും തന്നെയാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഗ്രേവി ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം തന്തൂർ റൊട്ടിയാണ് പറഞ്ഞത്. അപ്പം തന്തൂർ റൊട്ടി പറഞ്ഞപ്പം സോഫ്റ്റാക്കി തരാം. ചില ആൾക്ക് ഇങ്ങനെ പൊരിഞ്ഞ പോലത്തെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ സോഫ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോഫ്റ്റാക്കിയിട്ട് വാങ്ങിച്ചു. ഓക്കെ, അപ്പം നമ്മളിതാ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഷെൻസു ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെൻസു അങ്ങനെ തന്തൂർ റൊട്ടി അങ്ങനെ അധികം കഴിച്ചില്ല. ചിക്കൻ പീസ് കറി എന്തോ അങ്ങനെ കൂട്ടിയിട്ട് മതിയാക്കി. ഓക്കെ, കാരണം ലോലിപോപ്പ് നമ്മൾ സ്റ്റാർട്ടായിട്ട് ഫസ്റ്റ് കഴിച്ചില്ലേ. അപ്പം നമ്മളെ വയറെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ വയറ് നേരത്തെ നിറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ചുമയതുകൊണ്ട് തന്നെ ഞാൻ ഷെൻസും പ്രത്യേകിച്ച് ജ്യൂസും കാര്യങ്ങളൊന്നും കുടിച്ചില്ല. ഇക്കെന്ത് സ്പ്രൈറ്റ് എന്തോ കുടിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഷെൻസുൽക്കോ വണ്ടി പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചു, ഹാപ്പി ആയി. ബൈ.